ആശ്വാസം വൻകരത്തിനാ ദൈവശക്തിയാ യേശു എന്റെ ആത്മനാഥൻ കൈവിരില്ലൊരു നാളും എന്നെ ആകാശം ഭൂമി സർവം മാറിപ്പോയാലും മാറില്ല നിന്ദയായ എന്നിൽ വഴി തുറന്നിടും ദൈവം വഴി തുറന്നിടും എൻ ദുഃഖത്തിൽ എൻ ഭാരത്തിൽ ആശയറ്റ വേളയിൽ വഴി നടയുമ്പോൾ ദൈവം നൽകിടും യേശു ആശ്വാസം വൻകരത്തിലാ ദൈവശക്തിയാ. പരിശുദ്ധമേ, സ്വർഗ്ഗീയ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുമ്പിൽ വഴികൾ അടയുമ്പോൾ ദൈവശക്തിയാ ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന, പട്ടണവാതിലുകളെ തുറക്കുന്ന, ഇരുമ്പ് വാതിലുകളെ തുറക്കുന്ന, ശങ്കരകളെ തുറക്കുന്ന, യോദ്ധാരെ പുണർക്കുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അല്പസമയം ദൈവത്തിന് മുമ്പിലായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണമേ. ആത്മശക്തിയോടെ ഞങ്ങൾ നിറയ്ക്കണമേ. വിടുതലോടെ, അഭിഷേകത്തോടെ, നിറവോടെ മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. തിരുനാമം മാത്രം മഹത്വപ്പെടുകണം. യേശു നാമത്തിൽ തന്നെ ആമേൻ. നല്ല രാത്രിക്കായി വീണ്ടും വേഗത്തിൽ ചിന്തകളിലേക്ക് പ്രവേശിച്ച് ഒരുമിച്ച് ആരാധിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു പിരിയുവാനായി ദൈവത്തിൽ സമർപ്പിക്കപ്പെടുന്നു. 46-ാം സങ്കീർത്തനമാണല്ലോ നാം വായിച്ചത്. 46-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യവും ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. നമ്മോട് കൂടെ കർത്താവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരവേൽപ്പ് ശ്രദ്ധിച്ചാൽ ദൈവം നമ്മോട് കൂടെ. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ദൈവം നമ്മോട് കൂടെ വ്യാപരിക്കുന്നത് വിശ്വസിക്കുന്നവർ റോമർക്കെഴുതിയ ലേഖനമാണല്ലോ നമ്മൾ ബൈബിൾ സ്റ്റഡിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായം വരെ നമ്മൾ തീർന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ ചില ചിന്തകൾ ഹല്ലേലൂയ ചിന്തിച്ച് ഹല്ലേലൂയ നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമർ 8-ാം അധ്യായം 31-ാമത്തെ വാക്യം ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ. ആ വചനം ഒന്ന് വിശ്വസിച്ചത് ഹല്ലേലൂയ പറയാമോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചില ചോദ്യങ്ങൾ ചോദിച്ച ശേഷം അതിന് ചില ഉത്തരങ്ങളോട് നൽകുന്ന ഒരു അധ്യായമാണ് റോമർക്കെഴുതിയ ലേഖനം. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചോദ്യം പോലെയാണ് എഴുതിയിരിക്കുന്നത്. 31-ാമത്തെ വാക്യം ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുക അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അനുകൂലമാണെങ്കിൽ ആരും പ്രതികൂലമായി നിൽക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല താഴെയുള്ള ഭാഗങ്ങളിൽ ഹല്ലേലൂയ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന ഭാഗങ്ങളിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടല്ലേ? ഒന്ന് രണ്ട് ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും ഒക്കെ റോമർക്കെഴുതിയ 8-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ചില ചിന്തകളാണ് നാം ചിന്തിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നത്. 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. മറ്റൊരു ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ വ്യക്തമായി അത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്.
ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട്. ട്രാൻസ്ലേഷൻ കിട്ടുന്ന സന്തോഷമുണ്ടോ? ദൈവം നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ആർക്ക് പ്രതികൂലമായിരിക്കുവാൻ കഴിയും? ഈ ലോകം മുഴുവൻ നമുക്കെതിരായാലും നമുക്ക് വേണ്ടി ദൈവം അനുകൂലമായിരുന്നാൽ, ഈ ലോകം എതിരായാലും നമുക്ക് വിഷയമില്ല. ദൈവം അനുകൂലമായിരിക്കണം. പ്രതികൂലത്തിന്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ദൈവം അനുകൂലമായി നിൽക്കുന്നവർക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. ദൈവത്തെ നാം പഠിച്ചു കഴിയുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം അനുകൂലമായി അവതരിച്ച ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ജനിപ്പാൻ നമുക്ക് സമയമില്ല. സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. സംഖ്യാപുസ്തകം അധ്യായം 13 32 വാക്യം. സംഖ്യാപുസ്തകം 13 അധ്യായത്തിന്റെ 32. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്നാൽ, ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. അധികായന്മാർ അനാക്യമലനേങ്ങൾ നിവാസികളെ തിന്നുകളയുന്ന ദേശം. ഈ തിന്നുകളയുക ആ ദേശത്തിനകത്ത് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വസിക്കുന്നവർ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സാഹചര്യമായിരുന്നു ആ പട്ടണത്തിലേത്. എന്നാൽ ഇസ്രായേൽ മക്കൾ ദുർവർത്തമാനമായി പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ കൊണ്ട് നിറഞ്ഞു കളയുന്ന, നിവാസികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേശമാണ്, തിന്നു കളയുന്ന ദേശമാണ്. ഞാൻ അവിടെ ചില കമ്മ്യൂണൽ റൈറ്റ്സ് പ്രതിസന്ധികളൊക്കെ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികായന്മാരായി, അനാക്യമല്ലന്മാരെയും ഞങ്ങൾ അവിടെ കണ്ടു. ദേശം വിട്ടു നോക്കുവാൻ വേണ്ടി പ്രഭുക്കന്മാരെ മോശ അയക്കുന്നുണ്ട്. അതിൽ രണ്ടുപേരാണ് യോശുവയും കാലേബും. ഇവർ വലിയൊരു ടീമായിട്ട് പാലും തേനും ഒഴുകുന്ന തങ്ങളുടെ ദേശത്തെ കാണാനായിട്ട് പോവുകയാണ്. എന്നാൽ അവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്, രണ്ടുപേർക്ക് ലഭിക്കുന്ന റിപ്പോർട്ടല്ല മറ്റു ചിലർക്ക് ലഭിക്കുന്നത്. അവരൊന്ന് പറയാണ്, രാക്ഷസന്മാരായിട്ടുള്ള ചില, അവരെ പോലെയുള്ള ചില അനാക്യ മല്ലന്മാരോടുണ്ട്. അവർ സൈസിൽ വലിയ വലിപ്പമുള്ളവരാണ്, ഹൈറ്റ് ഉള്ളവരാണ്, വണ്ണമുള്ളവരാണ്. അപ്പോൾ അനാക്യ മല്ലന്മാരോടുണ്ട്. അത് അടുത്ത പദമാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വെട്ടിക്കിളിയെ കുറിച്ച് നമ്മൾ പറഞ്ഞാലും ആ വെട്ടിക്കിളിയല്ല ഇവിടെ ഒറിജിനൽ വെട്ടിക്കിളിയാണ്. അതൊരു കൂട്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ശ്രദ്ധിക്കുക, ഞങ്ങൾ അവർക്ക് മുമ്പിൽ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ രണ്ട് പദം ഈ പ്രഭുക്കന്മാർ വന്ന് ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നതാണ്. രണ്ട് പദം, ഒന്ന് ഞങ്ങൾക്ക് തോന്നി, രണ്ട് അവരുടെ കാഴ്ചയ്ക്ക്. ഇപ്പോൾ ഉറ്റുനോക്കാൻ പോയ ഈ പ്രഭുക്കന്മാർ ശ്രദ്ധിക്കുക, ചില തോന്നലുകൾ വന്ന് സംസാരിക്കുക അല്ലേ? അവരെ കുറിച്ച്, ഈ ജനത്തെ കുറിച്ച്, ഇസ്രായേൽ ജനത്തെ കുറിച്ച് ആ പട്ടണത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഇസ്രായേൽ അനവധി രാജാക്കന്മാരെ നിഗ്രഹിച്ച് പട്ടണങ്ങളെ പിടിച്ചു മുന്നേറി വരുമ്പോൾ ഈ ജനത്തിന് ഒരു ഭയമുണ്ട്, ഇസ്രായേൽ ഞങ്ങളെയും ആക്രമിക്കും. ഈ ഇസ്രായേൽ ജനം നിമിത്തം ഈ പട്ടണം ഉരുകിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അവർ അപ്പോൾ ഇവരെ ഭയപ്പെട്ട്, ജനത്തെ, ഇസ്രായേൽ ജനത്തെ ഭയപ്പെട്ട് ഈ ദേശനിവാസികളായിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ തന്നെ പ്രഭുക്കന്മാരോട് പറയുകയാണ്, ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ വെട്ടിക്കിളികളെ പോലെ അവരുടെ മുമ്പിൽ തോന്നി. നമുക്ക് ഇതുപോലെ തോന്നലുകൾ ഉണ്ടാകാറുണ്ട് അല്ലേ? നമ്മള് ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ തോന്നും, നമ്മൾ ചെയ്യുന്ന പണിയൊന്നും അത്ര നല്ല രീതിയിലല്ല നടക്കുന്നത്, എന്നെ ഈ മാറ്റിയ ചെയ്യും വേറെ വല്ലവരെ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ മനസ്സിലുള്ള തോന്നലുകൾ. പക്ഷെ നമ്മുടെ മാനേജേഴ്സിന്, നമ്മുടെ ബോസിന് നമ്മളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മൾ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്, നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. നമ്മളെ കുറിച്ച് നല്ലൊരു റിപ്പോർട്ട് അദ്ദേഹത്തിന് കാണും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരും, ഒരു തോന്നൽ വരും, ഞാൻ ചെയ്യുന്ന വർക്ക് അത്ര പോരായിരിക്കും, എന്റെ ബോസിന് എന്നെ ഇഷ്ടമാകുന്നില്ലായിരിക്കും അല്ലേ? ഈ ചിന്ത നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിരൂപിച്ചുണ്ടാക്കുന്ന ചിന്തയാണ്. ഇത് യഥാർത്ഥത്തിൽ സത്യമല്ലാത്ത ഒരു ചിന്തയാണ് അല്ലേ? അപ്പോൾ ഇസ്രായേൽ അങ്ങനെ അറിയുന്നത്, ഈ ദേശനിവാസികളെ കുറിച്ച് അവരുടെ അകത്തൊരു തോന്നലുള്ളതാകുകയാണ്.
വെട്ടിക്കിളികളെ പോലെ അവർക്ക് തോന്നുകയാണ്. ഇനി രണ്ടാമത്, അവരുടെ കാഴ്ചക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവരെ കണ്ടിട്ട് അവരാണോ പറയുന്നത്? ആണോ? ഇസ്രായേലിനെ കണ്ടിട്ട് നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വെട്ടിക്കിളികളെ പോലെ തോന്നുന്നത് ആ ജനമാണ് പറയുന്നത്? ഇല്ല, അല്ലേ? അവരുടെ കാഴ്ചയെ കുറിച്ച് ഇവര് ഡിസ്കസ് ചെയ്യുക. അവര് ഞങ്ങളെ കണ്ടത് ഇങ്ങനെ ആയിരിക്കുമോ? നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ? ഒന്ന് ചെന്ന് ചോദിക്കും. നമ്മളൊരു ഡ്രസ്സ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കത്തില്ലേ, ഈ ഡ്രസ്സ് ആരൊക്കെ കാണും? നമുക്ക് വേണ്ടിയല്ല ഡ്രസ്സ് ഇടുന്നത്, അല്ലേ? നമുക്ക് വേണ്ടിയല്ല ഡ്രസ്സ് ധരിക്കുന്നത്, നമുക്ക് വേണ്ടിയല്ല ഷൂസ് ധരിക്കുന്നത്. നമ്മുടെ മുന്നിൽ 100 കൂട്ടം ചിന്തകൾ പോകും, അല്ലേ? ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ആരെന്തെങ്കിലും പറയുന്നു, ഈ ഡ്രസ്സ് ഈ ഷൂ ഇട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ മറ്റുള്ളവരുടെ കാഴ്ചയെ കുറിച്ചാണ് നമ്മുടെ അകത്ത് ചിന്തയുള്ളത്. എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള, എന്നെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള കാര്യമല്ല ഞാൻ ചെയ്യുന്നത്, പകരം മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും അത് തന്നെ ഇസ്രായേൽ പറഞ്ഞത്. അവരുടെ കാഴ്ചക്ക് ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ തോന്നി. എന്നാൽ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദേശത്തെ വസ്ത്രം കീറി ഇസ്രായേൽ മക്കളോട് സർവ്വസഭയോട് പറഞ്ഞിരുന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ അനാക്യമല്ലന്മാരെ 10 പ്രഭുക്കന്മാർ കണ്ടതിൽ യോശുവയും കാലേബും ഉണ്ടായിരുന്നു. എന്നാൽ 8 പേർ കണ്ട കാഴ്ച മറ്റൊന്നും, 2 പേർ കണ്ട കാഴ്ച വ്യത്യാസവുമാണ്. വിഷൻ അനുസരിച്ചാണ് നമ്മുടെ വിശ്വാസം വ്യാപരിക്കുന്നത്. നമ്മൾ കാണുന്നത് കാണുന്ന പ്രതികൂലത്തെക്കാൾ മുകളിലാണ് എന്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നിടത്താണ് വിടുതൽ വ്യാപരിക്കുന്നത്. എന്നാൽ എന്റെ ദൈവം ചെറുതും എന്റെ പ്രതികൂലം വലുതുമെന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്കകത്ത് വ്യാപരിക്കുന്നത് ഭയവും അവിശ്വാസവുമാണ്. എന്നാൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെക്കാൾ എന്റെ ദൈവമാണ് വലുതെന്ന് യോശുവയെ പോലെ കാലേബിനെ പോലെ ചിന്തിക്കുന്നവരുടെ അകത്ത് വിശ്വാസം വ്യാപരിക്കുന്നവരുടെയാവും. എന്റെ ചോദ്യം, 10 പ്രഭുക്കന്മാരിൽ ഈ അനാക്യമല്ലന്മാരെ യോശുവ കണ്ടില്ലേ? കാലേബ് കണ്ടില്ലേ? ഈ 8 പ്രഭുക്കന്മാർ കണ്ടതുപോലെ അവരും കണ്ടു. പക്ഷെ അവർക്കൊന്നും അറിയാം, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. അങ്ങനെ വേണ്ടി ഈ ദൂതം വിശ്വസിച്ചാട്ടെ. നമ്മുടെ മുമ്പിൽ ആൾക്കാർ സംസാരിക്കുന്ന നെഗറ്റീവ് ആണോ നീ വിശ്വസിക്കുന്നത്, അതോ നിന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോസിറ്റീവ് ആണോ വിശ്വസിക്കുന്നത്? എന്റെ ജോലി പോകുന്നൊരു ചിന്ത നിന്റെ അകത്തുണ്ടെങ്കിൽ അത് സംഭവിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? അതല്ല, എന്നെ ദൈവം മാനിക്കും, എന്നെ ഉയർത്തും, ഈ പട്ടണത്തിൽ ദൈവം എന്നെ ഉപയോഗിക്കും, വിശ്വസിച്ച് നേർന്ന് വന്നാട്ടെ. ഞങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടും, പുതിയ ആത്മാക്കളെ ദൈവം ഞങ്ങൾക്ക് തരും, പുതിയ കുടുംബങ്ങളെ ഞങ്ങൾക്ക് ദൈവം തരും. നെഗറ്റീവ് പറയുന്ന പൈശാചിക ശബ്ദത്തിനാണോ നാം ചെവി കൊടുക്കുന്നത്, അതോ യഹോവ നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പട്ടണത്തെ പിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണോ ഇന്ന് അകത്ത് വ്യാപരിക്കുന്നത്? ശ്രദ്ധിച്ചാട്ടെ. അവിശ്വാസങ്ങളൊക്കെ അത് മാറിപ്പോകട്ടെ, നെഗറ്റീവ് ശബ്ദങ്ങളൊക്കെ അത് മാറിപ്പോകട്ടെ. അത് നിന്റെ തലമുറയെ കുറിച്ചായാലും, നിന്റെ കുടുംബത്തെ കുറിച്ചായാലും, ഭൗതിക മണ്ഡലത്തെ കുറിച്ചായാലും, ആത്മീക മണ്ഡലത്തെ കുറിച്ചായാലും, ഇന്ന് രാത്രി നെഗറ്റീവ് പറയുന്ന പൈശാചിക ശക്തികളുടെ ശബ്ദങ്ങൾ ഇന്ന് രാത്രി നിലയ്ക്കുക. അത് വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ. യഹോവ ഞങ്ങൾ പ്രസാദിക്കുന്നെങ്കിൽ എന്റെ ഭവനത്തിന്റെ സ്ഥിതി മാറും. യഹോവ ഞങ്ങൾ പ്രസാദിക്കുന്നെങ്കിൽ പാലും തേനും ഒഴുകുന്ന പട്ടണത്തെ ഞങ്ങൾക്ക് തരും. യഹോവ ഞങ്ങൾ പ്രസാദിക്കുന്നെങ്കിൽ പ്രതികൂലത്തെക്കാൾ അനാക്യമല്ലന്മാരെക്കാൾ അവർ യഹോവയായ ദൈവത്തെ വലുതായി കണ്ടു. അതുകൊണ്ടാണ് യോശുവ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാം വാക്യത്തിൽ ഒരു കാര്യം എഴുതിയിരിക്കുന്നു. എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. നമ്മുടെ ഹൃദയം ഉരുകുമാറാക്കുന്നവരുണ്ട്, അല്ലെ? ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരാളെ കുറിച്ച് ഒരു ദേവാസനം പ്രസംഗിച്ചു. ആരാ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരാൾ? ഒനേസിമോസിന് വേണ്ടി
ഫിലോമോൻ ഹൃദയത്തെ തണുപ്പിച്ചു. അവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഉരുകുമാറാക്കുന്ന ചിലരുണ്ട്. തണുപ്പിക്കുന്നവരുണ്ട്, തീ ഓരിയിടുന്നവരുണ്ട്. ഉരുകുമാറാക്കുന്ന ഒരു മുഴ വന്നു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു, അതൊന്ന് ടെസ്റ്റിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചിലർ പറയും ഇതേ മുഴയായിരുന്നു, ഇതേ പ്രശ്നമായിരുന്നു, ഒരാൾക്ക് അത് ക്യാൻസർ ആയിട്ട് മാറി. അപ്പോ ഉരുകുമാറാക്കുന്ന അല്ലെ തീക്കനൽ കൊണ്ടിരുന്നവരുണ്ട്, എന്നാൽ തണുപ്പിക്കുന്നവരുമുണ്ട്. 10 പേർ ചേർന്ന് പോയി, എന്നാൽ ഇതിനകത്ത് 8 പേരും തീക്കനൽ ഇടുന്നവരായിരുന്നു, നടക്കത്തില്ലെന്ന് പറയുന്നവരായിരുന്നു, ഉരുകുമാറാക്കുന്നവരായിരുന്നു. എന്നോടുകൂടെ പോതിരുന്ന സഹോദരന്മാരാ. അഭിഷേകത്തിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. മോശയുടെ വാക്ക് കേട്ട് ഞങ്ങൾക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന പട്ടണത്തെ കാണാൻ ചെന്നതാ. പട്ടണത്തെ ഉറ്റുനോക്കാൻ ചെന്നതാ. ഒരുമിച്ച് അഭിഷേകത്തിന് ഇറങ്ങിയതാ, ഒരുമിച്ച് ദൈവമേ അനുഭവിച്ചിറങ്ങിയതാ. പക്ഷേ പോന്ന വഴിയിലും കാഴ്ച കണ്ടപ്പോൾ, അനാഖ്യമനന്മാരെ കണ്ടപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം ചോർന്നു പോയിട്ട് ഹൃദയം ഉരുക്കാൻ തുടങ്ങി. നമുക്കിത് ലഭിക്കത്തില്ല, നമുക്കിത് നടക്കത്തില്ല, ഹൃദയം ഉരുക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ഹല്ലേലൂയ എന്ന് സംഭവിച്ചു. ഹല്ലേലൂയ, ഹൃദയം ഉരുക്കുമാറാക്കി. വായിച്ചാട്ടെ. ഞാനോ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ഹൃദയം ഉരുകുന്ന അനുഭവങ്ങൾ, പ്രതിസന്ധികൾ, ചില വ്യക്തികളിൽ നിന്ന് ശബ്ദമായി സാഹചര്യമായി വെളിപ്പെട്ടു വരുമ്പോഴും യഹോവയായ ദൈവത്തോട് പറ്റിരിക്കുവാൻ ആഗ്രഹമുള്ളവരുണ്ടോ? വിശ്വസിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ, അതൊന്ന് വിശ്വസിച്ചാട്ടെ. ശ്രദ്ധിക്കുക. ദൂത് പറഞ്ഞ പ്രവാചകൻ, ശക്തമായി പ്രവചിച്ച പ്രവാചകൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രവാചകൻ. എന്നാൽ ഇസബേലിന്റെ ശബ്ദം കേട്ടപ്പോൾ ഓടിച്ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിച്ചു. ഏലിയാവ് തീയിറക്കിയവനാ. ശബ്ദത്തിന്റെ മുമ്പിൽ ഉരുകിപ്പോയി, ശബ്ദത്തിന്റെ മുമ്പിൽ ഉരുകിപ്പോയി. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ശബ്ദത്തിൽ ഉരുകാറുണ്ടോ? നിങ്ങളോട് സംസാരിക്കുന്ന ബോസിന്റെ ശബ്ദത്തിൽ ഉരുകാറുണ്ടോ? എപ്പോഴെങ്കിലും വിശ്വാസം തണുത്തുറഞ്ഞു പോകാറുണ്ടോ? എന്നെ കുറിച്ചുള്ള വാഗ്ദത്തം നടക്കത്തിൽ ചിന്തിക്കാറുണ്ടോ? എന്നാൽ ഇന്ന് രാത്രി ഒരു ദൂത് പരിശുദ്ധമായി കൈമാറുന്നു. ഉരുകിക്കുന്ന അനുഭവങ്ങൾ, ശബ്ദങ്ങൾ വെളിപ്പെടുന്ന അറിവിൽ 2 വ്യക്തികൾ യഹോവയോട് പറ്റി നിന്നു. വിശ്വസിച്ചാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ എനിക്ക് മുമ്പിൽ വന്നാലും ഞാൻ എന്റെ കർത്താവിനോട് പറ്റി നിൽക്കുമെന്ന് എത്ര പേർ പറയുന്നു? അങ്ങനെ പറ്റി നിന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? നീ കാൽവച്ച ദേശം നിനക്കും. യോശുവ 14:8-9. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. പറ്റി നിൽക്കുന്നവരുടെ ജീവിതം മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, യഹോവയോട് പറ്റി നിൽക്കുന്നവരുടെ തലമുറകളും കൂടെ അനുഗ്രഹിക്കപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്തെങ്കിലും കേട്ട് ഉരുകിപ്പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്, വഴിവെച്ച് വിട്ടുകളയാനല്ല ദൈവം നമ്മെ വിളിച്ചത്. അതിന്റെ നടുവിൽ യഹോവയോട് പറ്റി നിൽക്കുവാൻ നാം ഇറങ്ങി തിരിച്ചത് വെറുതെയല്ല. കർത്താവ് എനിക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് വിശ്വസിച്ച തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. സന്തോഷമുണ്ട്. നീ മാത്രമല്ല, നിന്റെ തലമുറകളോട് ദൈവത്തോട് പറ്റി നിന്ന 1000 തലമുറകളെ ദേവാനിക്കുന്ന ദൈവത്തിന്റെ കരം രാത്രി വെളിപ്പെട്ടുകയാ. പിതാക്കന്മാരുടെ ദൈവം, പുരാതനമായിരിക്കുന്ന ദൈവം, ഈ ശാശ്വത ഭുജങ്ങളുള്ളവൻ. ആത്മീയ ജീവിതത്തിൽ നമ്മെ പിന്തിരിപ്പിക്കുന്ന ശുദ്ധങ്ങളുണ്ട്, ഭൗതിക ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹം തടസ്സമായുള്ള ശുദ്ധങ്ങളുണ്ട്. എന്നാൽ ഈ നെഗറ്റീവിനെ കേൾക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മൾ യഹോവയോട് ചേർന്ന് നിന്ന് യഹോവ എന്നിൽ പ്രസാദിക്കുന്നെങ്കിൽ എന്റെ സ്ഥിതിക്ക് മാറ്റം വരും, എന്റെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. ആ ഒരു വിശ്വാസം അകത്തുണ്ടായിരിക്കണം. അതാണ് ഈ 2 പ്രമുഖന്മാർ കാലേബും യോശുവയും മാത്രം വിശ്വസിച്ചത്. എല്ലാവരും കണ്ട ഒരു കാഴ്ചയായിരുന്നു, പക്ഷേ ചിലര് കണ്ടത് അവരുടെ കാഴ്ചയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോശുവയും കാലേബും കണ്ടത് ദൈവത്തിന്റെ കണ്ണിൽ കൂടെ നോക്കിയുള്ള കാഴ്ചയായിരുന്നു. അതേ സംഭവമാണ് നമുക്ക് ഗേഹസിയെ കുറിച്ചും എലീസയെ കുറിച്ചും കാണാൻ കഴിയുന്നത്. അവൻ കണ്ടത് അരാം രാജാവിന്റെ സൈന്യത്തെയായിരുന്നു. അവന്റെ കണ്ണു നോക്കിയപ്പോൾ അവൻ കണ്ടത് അവരെ പിടിക്കുവാൻ വന്നിരിക്കുന്ന
ഇസ്രായേലിനെ തിരിയുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. എല്ലാം അവർക്ക് നഷ്ടമായി. ഹല്ലേലൂയ. എല്ലാ പ്രതിസന്ധികളോടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും യോവാശിന്റെ കരുവേലകത്തിന്റെ കീഴിൽ ഒരുവൻ ഗോതമ്പ് ചക്കിനെതിരെ നിന്നിട്ട് മുന്തിരിച്ചക്കിനെതിരെ നിന്നിട്ട് ഗോതമ്പ് വധിക്കുകയായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ അവന് വേണ്ടി ഇറങ്ങി വന്നു. ഈ മനുഷ്യൻ ഭീരുവായിട്ടുള്ള മനുഷ്യൻ. അത് വലിയ അഭിഷേകം പരിശുദ്ധാത്മാവൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ എന്തിനും ഭീരുവായിട്ടുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലല്ലോ എന്ന് ദൈവത്തോട് ചോദിച്ച മനുഷ്യൻ. കാരണം അവന് തന്നെ ഉള്ളിൽ നിരാശയായി ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് പ്രതിസന്ധികൾ ഉയരുമ്പോ, പ്രശ്നങ്ങൾ ഉയരുമ്പോ നമ്മുടെ അകത്ത് തന്നെ ഒരു ചിന്ത ഉണ്ടാവും, ഇനി പ്രാർത്ഥിച്ചൊന്നും കാര്യമില്ല, നടക്കട്ടെ. അങ്ങനെ ചിന്തിച്ചൊരു മനുഷ്യനാണ് ഇദ്ദേഹം. ഭീരുവായിരുന്ന മനുഷ്യൻ. ഭീരുവായിരുന്ന മനുഷ്യന്റെ അടുത്ത് ദൈവത്തിന്റെ മുന്നിൽ ഇറങ്ങിച്ചു. അടയാളങ്ങൾ ദൈവത്തിന്റെ മുന്നിലോട് അവൻ ചോദിക്കുന്നു. ആ അടയാളങ്ങൾക്കൊക്കെ ആൻസർ ദൈവം കൊടുക്കുന്നു. ദൈവം പറയുന്നു, നീ ഒരൊറ്റ മനുഷ്യനെ പോലെ, ആരും നിന്നോട് കൂടെ വേണ്ട, ഒരൊറ്റ മനുഷ്യനെ പോലെ വിദ്യാലയം ജയിക്കും. അവനെ നോക്കി അവന്റെ അഭിഷേകത്തെ പകരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് അവനെ ശുശ്രൂഷ കൈമാറും. എന്നാൽ 6-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, 25-ാമത്തെ വാക്യത്തിൽ അവൻ, ഹല്ലേലൂയ, അന്ന് രാത്രി യഹോവ അവനോട് പറയുന്ന ഒരു ശബ്ദമുണ്ട്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, ആദ്യം ഈ ശുശ്രൂഷ തുടങ്ങേണ്ടത് നിന്റെ ഭവനത്തിൽ. നിന്റെ അപ്പന്റെ ബാലിന്റെ ഒരു ബലിപീഠമുണ്ട്, അത് നീ ആദ്യം ഇടിക്കണം. അശേരയുടെ പ്രതിഷ്ഠ നിന്റെ അപ്പൻ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ ആദ്യം വെട്ടിക്കളയണം. അന്ന് രാത്രി യഹോവയോട് കൽപ്പിക്കുക. പക്ഷേ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിന്റെ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള കാള. അപ്പൊ ആ വീട്ടിൽ എത്ര കാളയുണ്ടെന്ന് ദൈവത്തിന് അറിയാമോ? അറിയാം. 2ാമത്തെ കാളയാണ് എടുക്കുന്നത്, അതും ദൈവത്തിന് അറിയാം. ഇനി എത്ര വയസ്സുള്ള കാളയാണെന്നും ദൈവത്തിന് അറിയാം. 7 വയസ്സുള്ള കാള, 2ാമത്തെ കാള, അതിനെ കൊണ്ട് അപ്പന്റെ ബലിപീഠമിടിക്കുക. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്റെ കാര്യങ്ങള് കേൾക്കാൻ ആരുമില്ല, ഭർത്താവിന്റെ കാര്യങ്ങളൊന്നും അധികം കേൾക്കുന്നില്ല, ഭാര്യയുടെ കാര്യങ്ങൾക്കൊന്നും ചെവി നൽകുന്നില്ല, അതൊന്നും എന്റെ കമ്പനിക്കാരുടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. ആരെങ്കിലും ഹൃദയത്തിൽ പറയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇതേവന്റെ വീട്ടിലെ എത്ര കാളയുണ്ടെന്നും എത്രാമത്തെ കാളയുമായിട്ട് പോകേണ്ടതെന്നും ആ കാളയുടെ വയസ്സെത്താണെന്ന് അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ടാക്സ് അടയ്ക്കാനില്ലാതെ ഭാരപ്പെട്ട പത്രോസിന്റെ അടുത്ത് ദൈവം യേശുവിനെ പറയുക, ഒരു മീന്, ഒരു ചതുർബ്രഹ്മ പണം അതിന്റെ തൊണ്ടയിൽ കുടുങ്ങി, ഭക്ഷണം കഴിക്കാൻ വയ്യാതെ, വെള്ളം കുടിക്കാൻ വയ്യാതെ ഈ സമുദ്രത്തിന്റെ അകത്തൂടെ കറങ്ങുന്നുണ്ട്. അത് എനിക്കും നിനക്കും അടക്കേണ്ട ടാക്സ്. ഇന്ന് രാത്രി വിശ്വസിക്കണം, ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാമോ? സാഹചര്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ പറയുന്ന എന്നെ കുറിച്ച് ആർക്കും അറിയാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിന്റെ കാളയുടെ വയസ്സിന്റെ ദൈവത്തിനറിയാം, എത്രാമത്തെ കാളയെ കൊണ്ടുവന്നത് ദൈവത്തിനറിയാം, ചതുർബ്രഹ്മ പണം എവിടെ ഇരിക്കുന്നെന്ന് അറിയാം, എവിടെ നിന്ന് ടാക്സ് അടയ്ക്കേണ്ടതെന്നറിയാം. അവൻ അറിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? അവനാ കഴിയാത്ത ഒരു കാര്യവുമില്ല. ചില പുസ്തകം പറയാറില്ലേ, അബ്രഹാമിന്റെ കുഞ്ഞുമായി മലയുടെ മുകളിലേക്ക്, മോറിയ മലയുടെ മുകളിലേക്ക് കടന്നു പോകുമ്പോൾ അങ്ങേ വഴിയായി ഒരു ആട്ടിൻകുട്ടി ഹല്ലേലൂയ മല കയറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, അവന് വേണ്ടിയുള്ള കരുതൽ. ഹല്ലേലൂയ, അത് നല്ലതാണ്. ഞാൻ ഇതിനെതിരൊന്നും പറയുന്നില്ല. എന്നാൽ എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ ആഴത്തിൽ നിന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. അബ്രഹാം വിശ്വസിച്ചതുപോലെ എന്റെ മകനെ മോറിയയുടെ മലയുടെ മുകളിൽ കൊണ്ടുപോയി അവനെ വെച്ച് കെട്ടി, അവനെ അറുത്ത് യാഗമാക്കി കരിച്ച് ചാരമായി മാറും. ചാരമായി മാറുമ്പോൾ ആ ചാരം എന്റെ കരത്തിലെടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഇല്ലാത്തവരെ ഉള്ളപ്പോൾ ജീവിക്കുവാൻ കഴിയുന്ന
ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരാനിടയായിത്തീരും. ശ്രദ്ധിക്കുക, യോവാശാണ് ഈ ബാലിന്റെ ബലിപീഠം നടത്തിക്കൊണ്ടു പോകുന്നത്. വർഷങ്ങളായി യോവാശ് ബാലിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൻ. എന്റെ ചോദ്യം, അപ്പന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ അറിയോ? യോവാശിന്റെ കൈവേദനത്തിൽ കീഴിൽ ദൈവത്തിന്റെ ദൂതൻ ഇദ്ദേഹത്തിന് വേണ്ടി അറിയും. അപ്പന് വേണ്ടി അറിയോ? ഇല്ല. അപ്പൻ ആരെ സേവിച്ചുകൊണ്ടിരിക്കുന്നത്? ബാലിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഒരാളെ സേവിക്കുന്നുണ്ട്. ആരാ? അശേരയെ സേവിക്കുന്നുണ്ട്. രണ്ട് ജാതീയ ദേവന്മാരെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ യോവാശ് അപ്പൻ, അവന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയില്ല. ഇറങ്ങിയത് തന്റെ മകന്റെ അടുത്താണ്, അല്ലേ? എന്നാൽ ബാലിന്റെ ബലിപീഠം ഗിദെയോൻ ഇടിച്ചു കളഞ്ഞപ്പോ യോവാശിന്റെ അടുത്ത് സംസാരിക്കുന്ന ചിലരോട് യോവാശ് പറയുന്നത് കേട്ടേ. 31-ാമത്തെ വാക്യം. യോവാശ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറയുന്നത്, ബാലിന് വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്, അവന് വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അവൻ ഒരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തിന് ഇടിച്ചു കളഞ്ഞത് സേവിച്ചു നിൽക്കുന്ന ജാതീയ ദേവനായ ബാലിന്റെയും അശേരയുടെയും പ്രതിഷ്ഠ ഇടിച്ചു കളഞ്ഞാൽ ഇടിച്ചു കളഞ്ഞവനെ പിടിച്ച് ജനത്തിന് കൈമാറുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. എന്നാൽ മനസ്സിലായി, എന്റെ മകന്റെ അടുത്ത് ഇന്നലകളിൽ വെളിപ്പെടാതിരുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം യഹോവ വെളിപ്പെട്ടിട്ടുണ്ട്. അവനതുകൊണ്ട് ധൈര്യമായി ജനത്തോട് പറയുകയാണ്, ബാൽ തനിക്ക് വേണ്ടി വ്യവഹരിക്കട്ടെ. ഇന്ന് രാത്രി വിശ്വസിക്കുക, നിന്റെ കുടുംബത്തിൽ ഒരുവൻ ദൈവത്തിന് വേണ്ടി നിന്നാൽ, ഒരാൾ ദൈവത്തിന് വേണ്ടി നിന്നാൽ, ആ ഭവനത്തിലുള്ള ഒന്നിനെയും തൊടുവാൻ ശത്രുവിനെ സമ്മതിക്കാത്ത ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുവാനിടയാകും? കരമടിച്ച ദൂരം ഏറ്റെടുത്താട്ട് നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നീ ആരാധിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോട് പറ്റിരിക്കുന്നവരാണെങ്കിൽ, നിനക്ക് വേണ്ടിയും നിന്റെ തലമുറകൾക്ക് വേണ്ടിയും നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും അത്ഭുതങ്ങളെ ചെയ്യുന്നു. വാക്യമുണ്ട്. 54-ാമത്തെ അധ്യായം പരിചയമുള്ള വാക്യം. 54-1-2 വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. 54-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാമോ? തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. കൊല്ലനെ മനസ്സിലായോ? കൊല്ലാൻ പോകുന്ന വിചാരിച്ചു അല്ല? കൊല്ലനെ മനസ്സിലായോ? ആയുധം ഉണ്ടാക്കുന്ന കൊല്ലൻ, അവനെ സൃഷ്ടിച്ചത് ആരാ? യഹോവയാണ് ദൈവം. ഇനി കൊല്ലൻ സൃഷ്ടിച്ച അല്ലെങ്കിൽ കത്തി അല്ലെങ്കിൽ മഴു അത് യൂസ് ചെയ്യുവാൻ കൊല്ലൻ പണി കൊടുക്കുന്നതേ ഉള്ളൂ. അവനിതിന്റെ ഈ ആയുധം അവൻ യൂസ് ചെയ്യത്തില്ല, അവൻ പണിഞ്ഞു കൊടുത്ത് നാശം വരുത്തുന്നത്. ഇവരെ സൃഷ്ടിച്ച ദൈവം. ഈ അടുത്ത വാക്യം, ഇനി ആരെങ്കിലും കൊല്ലാന് പദ്ധതി ഇട്ടിട്ട് ഈ ആയുധമായി പോകാൻ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്ന സംഹാരകനെ സൃഷ്ടിച്ചതാരാ? ദൈവം. പക്ഷെ അടുത്തൊരു വാക്യം എഴുതിയിരിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഭരിക്കുകയില്ല. കൊല്ലരുണ്ടെങ്കിലും നശിപ്പിക്കുന്ന സംഹാരകന്മാരുണ്ടെങ്കിലും നശിക്കപ്പെടുന്ന തലമുറകളുണ്ടെങ്കിലും ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ, നമുക്ക് വിരോധമായി ഒരായുധവും ഭരിക്കുകയില്ല. വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങളെ വെളിവിട്ട് പഠിപ്പിക്കണ്ടേ? അവർ ഒറ്റക്കായിരിക്കത്തില്ലേ? ആരാ കൂട്ട്? ആരാ നശിക്കുന്ന തലമുറകളുടെ നടുവിൽ അവർ പോയി പഠിക്കാൻ പോവുകയാ. എന്നാൽ അനേക തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലമുറയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ആ ദൂതിന് രാത്രി വിശ്വസിക്കാമോ? ഇടത്തും വലത്തും 1000-ഉം 10,000-ഉം ഒക്കെ വീഴുമായിരിക്കും. നിന്നോട് അടുത്ത വരത്തിലും അപ്പനെ കൊല്ലുന്ന തലമുറകളുണ്ടായിരിക്കാം, മയക്കുമരുന്ന് അടിക്കുന്നവരുണ്ടായിരിക്കാം, മദ്യം യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് വിരോധമായി, എന്റെ തലമുറകൾക്ക് വിരോധമായി ശത്രുവിന്റെ ഓരായുധവും ഇന്ന് രാത്രി ഫലിക്കുകയില്ലെന്ന് ആയുധ
MDMA-യും മയക്കുമരുന്നുമൊക്കെ ഹല്ലേലൂയ ലോകം മുഴുവൻ വിറ്റോട്ടെ, എന്റെ തലമുറകളെ തൊടത്തില്ലെന്ന് ഹല്ലേലൂയ എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരാളുകളും ഭരിക്കുകയില്ല എന്ന് ആരുടെ മക്കളെ വായിച്ച് കോടതികൾ നിനക്ക് വിരോധമായി എതിർക്കുന്ന നാവിനെ നീ കുറ്റം വിധിക്കും. ഹല്ലേലൂയ വായിച്ചോട്ടെ. ഇത് അവന്റെ ദാസന്മാരുടെ അവകാശമാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ അവകാശമാണ്. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ അവകാശമാണ്. ആരാധിക്കുന്ന നിന്റെ അവകാശമാണ്. ഒരു ആയുധവും എനിക്ക് ഫലിക്കാവണ്ണം ഞാൻ പ്രൊട്ടക്റ്റ് ആകുമെന്നുള്ളത് നീ പ്രാർത്ഥിക്കുന്ന നിന്റെ അവകാശമാണ്. ഹല്ലേലൂയ. ഞാൻ വെറുതെ പ്രാർത്ഥിക്കും, ഞാൻ വെറുതെ ആരാധിക്കും. കാലത്ത് മരിച്ചാ മരിക്കട്ടെ, ആളെ രക്ഷപ്പെട്ടാ രക്ഷപ്പെടട്ടെ, അതല്ല കർത്താവ് പറയുന്നത്. നിനക്ക് വേണ്ടി ഒരായുധം ഫലിക്കത്തില്ല. കാരണം ഇത് നീ പ്രാർത്ഥിക്കുന്ന നിന്റെ അവകാശമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. പലരുടെയും ജോലി പോകുമായിരിക്കാം, പക്ഷെ പ്രാർത്ഥിക്കുന്ന നിന്നെ പോകുന്നില്ല. ഹല്ലേലൂയ. പലർക്ക് വിസ അടിക്കുന്നില്ലായിരിക്കാം, പ്രാർത്ഥിക്കുന്ന നിനക്ക് വിസ അടിക്കും. ഹല്ലേലൂയ. പലരുടെ തലമുറകൾ നഷ്ടപ്പെടും, പ്രാർത്ഥിക്കുന്ന അവകാശമുള്ള നിന്റെ തലമുറകൾ അനുഗ്രഹം പ്രാപിക്കും. ഇത് നിന്റെ അവകാശമാണ്. അടുത്ത പദം എഴുതിയിരിക്കുന്നു, ഇത് യഹോവയുടെ നിന്റെ പക്കലിൽ നിന്നുള്ള നീതി എന്നുള്ളിടത്ത് ചില ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് അവർക്കെതിരെയുള്ള ന്യായവിധി ഞാൻ നടത്തുന്നത്. Praise the Lord. പ്രാർത്ഥിക്കുന്നവന് ചില അവകാശമുണ്ട്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി നീതി നടപ്പാക്കുന്ന ഒരു ശുശ്രൂഷ എന്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് യാതൊരു ആയുധവും ഫലിക്കുന്നില്ല. ഇത് നിന്റെ അവകാശമാണ്. നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നന്മ നിന്റെ അവകാശമാണ്. ദാസന്മാരുടെ അവകാശമാണ്. ഇത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്ന നീതിയുള്ള വിധിയാണ്. അതുകൊണ്ടാണ് ഒരായുധവും നിനക്ക് വലിക്കാത്തത്. വിശ്വസിക്കാനിടയായിത്തീരും. ഒരു പദം കൂടെ സംസാരിക്കുവാനുള്ള സമയമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം ആ വാക്യത്തിന്റെ എല്ലാ വാക്യം ചുറ്റിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. 31-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത് യഹോവ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ആ 33-ാമത്തെ വാക്യം വായിച്ചാൽ 33-ാമത്തെ വാക്യം ശിക്ഷ വിധിക്കുന്നവനാ ക്രിസ്തുയേശു മരിച്ചവൻ. ആമേൻ. ഒരുവൻ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരല്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ആരും ചോദിക്കാനില്ലാത്ത ആൾക്കാരല്ല നമ്മൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സാമൂഹിക തീവ്രവാദികളൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. ആരും ഇവർക്കാരാ ചോദിക്കാനുള്ളത് ചിന്തിക്കും അല്ലേ? നമുക്ക് ചോദിക്കാൻ ഒരാളുണ്ട്. ഹല്ലേലൂയ. പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവരുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ചോദ്യം അപ്പോസ്തലൻ ഇടുകയാണ്. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ഒരുവനെ ദൈവം നീതീകരിച്ചാൽ ആർക്കും കുറ്റം ചുമത്താൻ കഴിയത്തില്ല. എങ്ങനെയാണ് നീതീകരിക്കുന്നത്? അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും വലതുഭാഗത്ത് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്കായി ജാഗരിക്കുകയും ചെയ്യുന്നു. ഒരു വാക്യോട് വായിക്കാൻ എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-4 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും സത്യം നമ്മുടെ പൊസിഷൻസ് ഒന്നും മനസ്സിലാക്കാതാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ മുന്നിലുള്ള ചില വിഷയങ്ങളാണ്. ആ ഭൗതികമായ ചില വിഷയങ്ങളുടെ മുമ്പിൽ അതിന്റെ മുഖത്ത് നമ്മുടെ പൊസിഷൻ ഒന്നും മനസ്സിലാക്കാതെ ആ കർത്താവിനെ സേവിക്കുന്നവരാണ്. എന്നാൽ എഫേസ്യർ പറയുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ച ഒരുവൻ നമുക്കുണ്ട്. ഹല്ലേലൂയ. എന്തിനാണ് നമ്മെ തെരഞ്ഞെടുത്തത്? ദൈവം നമ്മെ തെരഞ്ഞെടുത്തു എന്ന റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 33-ാമത്തെ വാക്യത്തിൽ വായിച്ചല്ലോ. അവൻ നമ്മെ തെരഞ്ഞെടുത്തു, ആർ കുറ്റം ചുമത്തും? എന്തിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? ഹല്ലേലൂയ. എഫേസ്യർ 1-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തിനാ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്?
വിശുദ്ധരാകുവാൻ, നിഷ്കളങ്കരാകുവാൻ. ആമേൻ. അപ്പൊ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ്, ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്ന് റോമർക്കെഴുതിയാണ് പറയുന്നത്. നീതീകരിക്കുന്ന ദൈവം, തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം. എന്തിനാണ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? UAE പട്ടണത്തിൽ റാസൽഖൈമയിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ. നാം ജോലി ചെയ്ത് ബാങ്ക് ബാലൻസ് ആക്കി തലമുറകൾക്കുള്ളത് സ്വരൂപിച്ച് ഹല്ലേലൂയ മരിച്ചു പോകാനാണോ ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? അത് ആ ഭാഗത്ത് നടക്കും. പക്ഷെ എന്നാലും അത് ദൈവം നമ്മെ തെരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം നാം വിശുദ്ധരാകുവാൻ വേണ്ടി. Praise the Lord. നാം നിഷ്കളങ്കരാകുവാൻ വേണ്ടി, കളങ്കമില്ലാത്തവരായി നാം ആകണം, വിശുദ്ധരായി നാം ആകണം. ഹല്ലേലൂയ. തികഞ്ഞവരായി നാം ആകണം. അതിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. മാത്രമല്ല അവന്റെ തെരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം കൂടെ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ. പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ. ദരിദ്രരായിരുന്നു, സാമ്പത്തികമായ ദാരിദ്ര്യത്തിലായിരുന്നു അല്ല, നമ്മൾ ദരിദ്രരായിരുന്നു, അന്തോളം ദരിദ്രരായിരുന്നു. എന്നാൽ വിശ്വാസത്തിൽ നമ്മൾ സമ്പന്നരാകണം. Praise the Lord. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി. വിശ്വാസത്താൽ ഹല്ലേലൂയ അവർ തീയുടെ ബലം കെടുത്തി. വിശ്വാസത്താൽ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. അപ്പോൾ ഈ വിശ്വാസത്തിൽ നാം സമ്പന്നരാകാൻ വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടത്, തെരഞ്ഞെടുക്കപ്പെട്ടത്. വായിച്ചാട്ടെ. ആമേൻ. Praise the Lord. അതുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഭൂമിയിൽ വിശ്വാസത്തിൽ സമ്പന്നരായി. നമ്മൾ ഏരിയയെ കുറിച്ച് നാം ചിന്തിച്ചാലേ, നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി യാഗപീഠത്തെ ദഹിപ്പിച്ചു, 50 അധിപതിമാരെ ദഹിപ്പിച്ചു കളഞ്ഞു അല്ലെ. ആകാശത്തിന്റെ കിളിവാതികൾ അടച്ച് മഴയെ ബന്ധിച്ചു, ആകാശം തുറന്ന് മഴയെ വരുത്തി. ഇതെല്ലാം നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഈ മനുഷ്യൻ എങ്ങനെയാ സാധിച്ചത്? വിശ്വാസത്തിൽ അവൻ സമ്പന്നനായിരുന്നു. Praise the Lord. ആ സമ്പന്നതയിലേക്ക് ദൈവം നമ്മെ കൊണ്ടിരുന്നു. ഇനി ഈ വിശ്വാസത്തിലുള്ള സമ്പന്നത അനുഭവിച്ച് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനാണോ നമ്മെ വിളിച്ചത്? അല്ലേ അല്ല. നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ഉദ്ദേശം താഴത്തെ വാക്യത്തിലുണ്ട്. വായിച്ചാട്ടെ. നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ഒരു രാജ്യമുണ്ട്. അത് എത്ര വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി ഒരു രാജ്യം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനെ എന്നെ അവൻ പങ്കാളിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒറ്റ വാക്യം വായിച്ച് നമ്മൾ ആരാധിക്കാൻ പോകാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഞങ്ങളോ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുത്തത് സ്വയത്തിന് സകല ആത്മീയ അനുഗ്രഹം നൽകുവാൻ, തെരഞ്ഞെടുത്തത് വിശ്വാസത്തിൽ സമ്പന്നരാകുവാൻ, തെരഞ്ഞെടുത്തത് ദൈവം ഒരുക്കുന്ന രാജ്യത്തിന്റെ കൂട്ടവകാശിയായി മാറുവാൻ. ഹല്ലേലൂയ. മാത്രമല്ല നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടണം. ആത്മാവിനെ വിശുദ്ധീകരിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പറ്റിയാൽ നല്ല സോപ്പിട്ട് നല്ല കുളിച്ചു കഴിഞ്ഞാൽ നല്ല മണവും കിട്ടും, അഴുക്കും എല്ലാം മാറും. പക്ഷെ ആത്മാവിനെ ആരാ ശുദ്ധീകരിക്കുന്നത്? ഹല്ലേലൂയ. ആത്മാവിനെ ശുദ്ധീകരിക്കുവാൻ ഒരുത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, സർവശക്തനായവൻ. ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും എന്തിനൊക്കെ വിളിക്കപ്പെട്ടു, എന്തിനൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടു? വിശ്വാസത്തിന്റെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. ദൈവത്തിലേക്കാം. ഇനി വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവും, എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ്. നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വെറുതെ അല്ല. Praise God. ഈ ലോകത്തിൽ വിശ്വാസത്തിൽ സമ്പന്നരായും ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാനാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. Praise the Lord. മാത്രമല്ല ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു രാജ്യത്തിന് നമ്മൾ പങ്കാളികളാകാൻ പോവുകയാണ്. നാം ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. നമുക്കൊരു രാജ്യം ദൈവം ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ നാം